ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണെന്ന്. അപ്പോൾ രാവിലെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ആൻഡ് കൊടൈക്കനാൽ സാധാരണ ഫുൾ ട്രാഫിക് ആൻഡ് റഷ് ആയിരിക്കും, പക്ഷേ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് കിടക്കുന്ന ഒരു കൊടൈക്കനാലാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. വഴികളും സൈറ്റ് സീയിങ് ഒക്കെ നന്നായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റി. ഞാൻ ആക്ച്വലി ഒരു ഐറ്റിനറി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന സ്ഥലത്തുനിന്ന് ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവിടുത്തെ ഒരു ലോക്കൽ ഗൈഡ് പറഞ്ഞനുസരിച്ച് ഇതൊരു വൺ വേ റൂട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രീൻ വാലി വ്യൂ, പിന്നെ പില്ലർ റോക്സ്, ഗുണ കേവ്, അങ്ങനെ പുള്ളി ഒരു പ്ലാൻ പറഞ്ഞു. അതിനനുസരിച്ചാണ് പിന്നെ നമ്മൾ നമ്മുടെ ട്രിപ്പ് മുന്നോട്ട് പോയത്. സോ ഗ്രീൻ വാല്യൂ കയറി, അത് കണ്ടു. പിന്നെ പില്ലർ റോക്സിൻ്റെ അവിടെ വന്നു. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. യാരിത്? നമ്മൾ ഗ്രീൻ വാല്യൂ പോയിന്റിൽ എത്തുമ്പോൾ ഞങ്ങളൊരു സിംഗിൾ പാസ്സാണ് എടുത്തത്. അതായത് അവിടുന്ന് നമുക്ക് ഈ പറയുന്ന എല്ലാ ഏരിയയിലോട്ടും നമുക്ക് പാസ് എടുക്കേണ്ട വന്നില്ല ആക്ച്വലി. അപ്പോൾ അത് ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം അല്ലായിരുന്നു. എല്ലായിടത്തും നമ്മൾ പാസ് എടുക്കുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഗുണ കേവിലൊന്നും നമ്മൾ പാസ് എടുത്തില്ല. കാരണം നമ്മൾ ഗ്രീൻ വാല്യൂവിൽ സിംഗിൾ പാസിലാണ് ഇതെല്ലാം കവറാവുന്നത്. ഗുണ കേവിൽ പോയി കഴിഞ്ഞാലുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ സുഭാഷേ എന്നൊരു വിളിയുള്ളത്. അത് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഒരു ടീം വിളിക്കും, അതിനേക്കാളും ശബ്ദത്തിൽ വേറൊരു ടീം വിളിക്കും, ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. ഇവിടെ നിന്നും കുറച്ചാണ്. ഗുണ കേവിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഉള്ള കുറച്ച് സ്റ്റോളുണ്ട്. അവിടെ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഒരു ചീസി നൂഡിൽസ് വാങ്ങിച്ചു. അത് ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ബൈ പറഞ്ഞു. ഓക്കേ, ഇനി നമ്മള് പൂമ്പാറ വില്ലേജിൽ പോവാം. പൂമ്പാറ വില്ലേജ് ഈസ് ക്വയറ്റ് ഫേമസ് ഫോർ മൗണ്ടെയിൻ ഗാർലിക്. അവർ മലൈ പൂണ്ടു എന്നാണ് അതിന് പറയുന്നത്. ഐ ഡോണ്ട് നോ വെദർ ഐ എം പ്രൊനൗൺസിങ് ഇറ്റ് കറക്റ്റ്ലി, ബട്ട് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഫേമസ് ഫോർ. ആൻഡ് അതുപോലെ തന്നെ ടെറസ് ഫാമിംഗ് ആണ് അവിടുത്തെ പ്രത്യേകത. അത് കാണാൻ ഭയങ്കര കുട്ടി ഗ്രാമമാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പോകുന്ന റൂട്ടും നല്ല രസമാണ് കാണാൻ. പിന്നെ ഒരു മുരുകൻ ടെമ്പിൾ ഉണ്ട് അവിടെ. നമ്മളവിടെ കയറിയില്ല, ബട്ട് പാസ് ചെയ്ത് പോയിരുന്നു നമ്മളത്. പിള്ളിക്ക് പോയാലോ? പോവാം.
ലേക്ക് കണ്ടിച്ചിട്ട് നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോവാം, കണ്ടിട്ട് വരാം. എന്തായാലും ഇവിടെ ഒരു വന്നു. നമ്മുടെ പ്ലാനിൽ ഇല്ലാത്ത ഒരു ഡെസ്റ്റിനേഷനാണ് കൂക്കൽ ലേക്ക്. അപ്പോൾ കൂക്കൽ ലേക്കിലേക്ക് പോകുന്ന വഴി നമ്മൾ ഫുൾ പൈൻ മരങ്ങളും പിന്നെ അതുപോലെ ചോല ഫോറസ്റ്റ്, ചോല വനങ്ങൾ എന്നാണ് ഇതിനെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയപ്പെടുന്നത്. അതായത് ഉയർന്ന മൗണ്ടൻസിൻ്റെ കൂടെ ഗ്രാസ് ലാൻഡും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വനമാണ് ഈ ചോല ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ഇവിടെ അധികം ഒട്ടും തന്നെ ക്രൗഡഡ് അല്ല, കുറച്ച് വണ്ടികളും പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് സംശയമില്ലാതില്ല. പൂമ്പാറ വില്ലേജിൽ നിന്ന് നമുക്ക് പോകാനുള്ള 2 ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മന്നവന്നൂർ ലേക്ക് വ്യൂ പോയിൻറ്റും അതേപോലെ തന്നെ ഷീപ്പ് ആൻഡ് റാബിറ്റ് ഫാമുമാണ്. അപ്പം ഈ ലേക്ക് വ്യൂയിലോട്ട് പോകുന്നത് മന്നവന്നൂർ എക്കോ ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞ് കൊടൈക്കനാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു എന്താണ് ക്യാമ്പ് സൈറ്റാണ്. പഹൽഗാം 7 out of 10. നല്ല സ്ഥലം, ഒന്നുമില്ല, വെറുതെ കുറച്ച് മല. പക്ഷെ നല്ല നട്ടുച്ച വെയിൽ, പക്ഷെ വെയിൽ ഫീൽ ചെയ്യണില്ല, ചൂട് ഫീൽ ചെയ്യണില്ല, നല്ല തണുത്ത കാറ്റ്. എക്കോ ക്യാമ്പ് സൈറ്റിൻ്റെ അകത്ത് നടന്ന് കുറേ ചെന്ന് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നടന്ന് വരുന്നത് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് നമുക്ക് ഇത് കാണാൻ പറ്റില്ല. പിന്നെ അവിടെ കുറച്ച് കഴിക്കാനുള്ള സ്റ്റോള് അങ്ങനെയുണ്ട്, പിന്നെ ചെറിയൊരു പാർക്കുണ്ട്, പിന്നെ ഈ കൊട്ടവഞ്ചി അതിൻ്റെ പരിപാടിയുണ്ട് അവിടെ. അരുവി എൻ്റെ വീക്ക്നെസ്സാണ് ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കത് കാണുമ്പം എൻ്റെ മൈൻഡ് ഭയങ്കര കാമാവും, ഭയങ്കര ഹാപ്പിനെസ്, ഭയങ്കര ഒരു കാം സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഐ ഫീൽ. നമ്മൾ പിന്നെ ടിക്കറ്റ് എടുത്തത് എക്കോ ക്യാമ്പ് സൈറ്റിലും പിന്നെ ഷീപ്പ് ഫാമിലുമാണ്. ഷീപ്പ് ഫാമിൽ ഒരാളുടെ പാസ് 50 രൂപ അങ്ങനെ. എന്ത് ഭ്രാന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ വന്നപ്പോൾ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 150 മീറ്റർ പോലും ഞാൻ നടക്കാൻ മടിയുള്ള ആളാണ്. പക്ഷേ ഇപ്പം എന്തേ ഞാൻ ആ താഴേന്ന് കയറി, അയ്യോ ശ്വാസമൊന്നും ഇല്ല. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ ചെമ്മരിയാടിനെ കാണാൻ പോവാം. ചെമ്മരിയാട് ഇങ്ങോട്ട് വരില്ലല്ലോ, നമ്മൾ അങ്ങോട്ട് പോകണം. ഇത്രയും ദൂരം വന്നിട്ട് ഷീപ്പിന്റെ ഫാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഷീപ്പിനെ കാണിക്കാറുള്ളത് ആണ് ഷീപ്പ് ഫാം. ഇനി ഞാൻ ഷീപ്പിനെ കാണിക്കാം.
അതാണ് ഷീപ്പ്. ഇത് കാണാനാണോ ഗൈസ് നമ്മൾ വന്നു ഗൈസ്? അത് 2-3 ബാച്ചുണ്ട്. ഒരു ബാച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇവരിനി നടന്നു വരുമ്പോഴത്തേക്കൊരു സമയമാവും. പന്നി താഴേക്ക് പിടിയുണ്ട്. വന്ന ലാഭമല്ലോ. താഴെ ഓർഡർ ചേച്ചി ഓടിച്ചിടണ നമ്മുടെ ബാക്കി ബോസ്. അടിപൊളി. ചേച്ചി ചെറിയൊരു കവാടം തുറന്നു. എന്തിന്? നമ്മുടെ കുട്ടന്മാർക്ക് കേട്ടണില്ലേ? ഇല്ല, അമ്മ വെയിറ്റ് ചെയ്തേക്കണം. നല്ല വരിയായിട്ട് വെയിറ്റ് ചെയ്തേക്കും. സൈഡ് തെറ്റി കുറേ ഉണ്ടല്ലോ. എന്ത് ചെയ്യാ? ആ ചേച്ചിയാണ് നേതാവ്. ആ ചേച്ചിയുടെയാണ് ഇവർ. ഇനി ഇവിടെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെയാണ് ആ വരുന്ന പിള്ളേർ. എൻ്റെ ഈശ്വര. ചെമ്മരിയാടിനെ കാണാൻ വേണ്ടി നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ അവർ കൗണ്ടൊക്കെ എടുത്ത് അങ്ങനെ എന്തൊക്കെയോ കുറേ ടൈം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വന്നു അവിടെ റാബിറ്റ്സിനെ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകുമ്പം ജസ്റ്റ് മിസ്സായിരുന്നു കേട്ടോ. ഈ കാഴ്ച കാണാൻ പറ്റിയില്ലെങ്കിൽ ശരിക്കും ഇങ്ങോട്ട് വന്നത് ഇറ്റ് വാസ് ലൈക്ക് വർത്ത്ലെസ് ആയത്. അപ്പോൾ അതെന്തായാലും കാണാൻ പറ്റും. ഇറ്റ് വാസ് സച്ച് എ നൈസ് എക്സ്പീരിയൻസ്. അപ്പം അവർ ഷീപ്പിനെ കേൾക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ഇത് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ, കുഴപ്പമില്ലെന്നോ? എന്തോ ആശാനും കൂടെ നോക്കിക്കേ എന്തോ. അപ്പം അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ കുറച്ച് ഇതുപോലെ ലൈറ്റ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ 2-3 ഇതുപോലെ റോഡ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് കൊടൈക്കനാലിലേക്ക് പോവാണ്. അല്ല, ഇങ്ങോട്ട് കയറിയപ്പം വെറും ഫ്ലോപ്പായെന്ന് വിചാരിച്ചു. ബട്ട് ഇറ്റ് വാസ് റിയലി നൈസ്. അടിപൊളിയായിരുന്നു. പക്ഷെ ഷീപ്പിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഫ്ലോപ്പായേനെ. അത് കൊള്ളാം. നമ്മളൊക്കെ ഇവിടെ ഏറ്റവും കംഫർട്ട് നോക്കിയിട്ട് പോവാ. വുഡീസ് കഫറ്റേരിയ. മന്നവന്നൂർ റൂട്ടിലേക്ക് വരുമ്പം അധികം റെസ്റ്റോറൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ടേസ്റ്റിനുള്ള കാര്യങ്ങളല്ല അവിടെയുള്ളത്. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന വഴി വുഡീസ് കഫറ്റേരിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കയറി കഴിച്ചു. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഏകദേശം ഈവനിങ് എന്തോ ടൈമായി നമ്മൾ തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. അവിടുത്തെ കാപ്പി ഒട്ടും ശരിയല്ലായിരുന്നു കേട്ടോ. ഭയങ്കര കടുപ്പമായിരുന്നു.
ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് അവിടെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ചു വരുന്ന വഴി കുറച്ച് ക്യാരറ്റും മേടിച്ച് കഴിച്ചു. ഫുഡാണ്. ഇതാണ് ആക്ച്വൽ കൊടൈക്കനാൽ. മഞ്ഞല്ലേ? മമ്മി കറക്റ്റ് സമയത്ത് അതല്ലോ എല്ലാം കാണാൻ പറ്റും. ഇങ്ങോട്ട് വന്നാൽ നന്നായി. പുള്ളി അയ്യോ, ഇതെനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇടാമോ? കൈ വെളിയിടാത്തത് ഇതൊന്ന് മാറ്റി. ഇതാണ് കൊടൈക്കനാൽ. അങ്ങനെ ഇന്നത്തെ ഡേ ഇവിടെ തീരുവാണ്. ആൻഡ് കൊടൈക്കനാലിൽ പോയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് പോകേണ്ട ഒരു റെസ്റ്റോറൻ്റാണ് 10 ഡിഗ്രി എന്ന് പറയുന്നൊരു കഫേ ഓർ റെസ്റ്റോറൻറ്റ് ആയിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പം ബൈ.